ഹലോ ഗൈസ്, അപ്പം നമ്മൾ വീണ്ടും ഒരു സിനിമ റിവ്യൂ ആയിട്ട് വന്നിരിക്കുന്നു. ആൻഡ് ദ മൂവി നെയിം ഈസ് കിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമ ഹിസ്റ്ററിയിൽ ഇതുപോലുള്ള ഒരു 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 ബ്രൂട്ടാലിറ്റി ആക്ഷൻ മൂവി ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, പ്യൂർ ബ്രൂട്ടൽ കിൽസ്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര സേഫാണ്. നിങ്ങൾ സിനിമ കാണാൻ പോകുമ്പോൾ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് കാണരുത് മക്കളെ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഇൻ്റർവെൽ ആകുമ്പോൾ സീറ്റ് വിട്ടണം. കാരണം ഫസ്റ്റ് ഹാഫിൽ അവൻ കൊല്ലാൻ വേണ്ടിയല്ല അടിക്കുന്നത്, പക്ഷേ സെക്കൻഡ് ഹാഫിൽ അവൻ്റെ ഓരോ അടി എൻ്റെ ദൈവമേ കണ്ണ് തള്ളിപ്പോയി. എൻ്റെ അപ്പുറത്തിരുന്ന ഒരു കപ്പിളായിരുന്നു. അതിൽ ആ പെങ്കൊച്ച് എൻ്റെ അമ്മോ എന്തിനാണോ നിങ്ങൾ എന്നെ ഈ സിനിമ കാണിയിട്ടുണ്ടോ എന്ന് പറഞ്ഞ് സെക്കൻഡ് ഹാഫ് ആയപ്പോൾ അങ്ങനെ വരെ അലറിപ്പോയി. യുനോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ സോഫ്റ്റ് ഹേർട്ടഡ് പീപ്പിൾ. സീരിയസ്ലി, നിങ്ങൾക്ക് നല്ല മനോധൈര്യമുള്ള ആളല്ലെങ്കിൽ ഈ സിനിമ പോയി കാണരുത്. പക്ഷെ കണ്ടാൽ ഒരു ഒന്നൊന്നര ആക്ഷൻ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എൻജോയ് ചെയ്തിട്ട് ഇറങ്ങി വരാൻ പറ്റും. അമ്മാതിരി ആക്ഷനാണ്. സെക്കൻഡ് ഹാഫ് ഈസ് the most brutal, and now I understand why this movie is strictly 18 plus, because it's not advised to watch this movie by the kids below 18. Please don't do, and all the parents പിള്ളേരെ കൊണ്ടുപോകാതിരിക്കുക. കാരണം ഈ ആക്ഷൻ കണ്ടിട്ട് ഞാൻ അവിടെ തിയേറ്ററിൽ കേട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറുക്കനെ, പെണ്ണുമല്ല, ഒരു ചെറുക്കനെ സിനിമ സെക്കൻഡ് ഹാഫിൻ്റെ ഏകദേശം ഒരു 20 മിനിറ്റോ അരമണിക്കൂറും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ എണ്ണീറ്റ് ഓടി എവിടാ വാഷ്റൂമിലോട്ട് പോയി ഛർദ്ദിക്കാൻ ഓടിയെന്നൊക്കെ പറഞ്ഞു കേട്ടു. ഞാൻ അവനെ കണ്ടില്ല, കേട്ടറിവ് മാത്രമേ ഉള്ളൂ. എന്നാലും അഡാർ സിനിമ എന്ന് പറഞ്ഞാൽ അഡാർ സിനിമ. ഇതിൻ്റെ സ്പെഷ്യൽ മെൻഷനിങ് ഞാൻ പറയാം. ബേസിക്കലി ഏറ്റവും മെയിൻ മെൻഷനിങ് ഇതിൻ്റെ ഫൈറ്റ് മാസ്റ്ററാണ്, സ്റ്റണ്ട് കൊറിയോഗ്രാഫർ. പുള്ളിയുടെ പേര് C. Young and Parvesh Sheikh. Big salute, bro. You guys have already achieved something from the Hollywood also, because one of the top directors of John Wick series has already decided to make a remake in Hollywood. So all the best and good luck, and big salute for you. And ഇതിനകത്ത് ഈ ആക്ടർ എന്ന് പറയുന്നത് പുതുമുഖ നടനാണ്. പക്ഷേ പയ്യൻ്റെ ആക്ടിങ് കണ്ടിട്ട് പുതുമുഖനാണെന്ന് തോന്നത്തേയില്ല. പുള്ളിയുടെ പേര് ലക്ഷ്യ. പിന്നെ നമ്മുടെ ഡാൻസർ ക്രോക്രോസ് എന്ന് പറഞ്ഞ് ഫേമസ് ആയ ഡാൻസർ രാഘവ് ജുയാൽ ഒരു അഡാർ വില്ലൻ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. നടിയുടെ വേഷം കുറച്ചേ ഉള്ളൂ, എന്നാലും പുള്ളിക്കാരത്തി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ ഒരു മെയിൻ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫിയാണ്. കുറേ ഷോട്ട്സ് ഈ ട്രെയിനിനകത്ത് തന്നെ ഈ റണ്ണിങ് ഷോട്ട്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം. അത് എടുത്തിരിക്കുന്നത് റാഫി മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സിനിമാറ്റോഗ്രാഫറാണ്. പിന്നെ എഡിറ്റിംഗ് ശിവകുമാർ പണിക്കർ. ഒരു രക്ഷയില്ല മച്ചാനെ, ഒരു രക്ഷയില്ല. കരൺ ജോഹറിൻ്റെ ധർമ്മ പ്രൊഡക്ഷൻസിൽ നിന്ന്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ധർമ്മ പ്രൊഡക്ഷൻസ് അല്ലെങ്കിൽ കരൺ ജോഹറിൻ്റെ പേര് കേൾക്കുമ്പോൾ എപ്പോഴും നമുക്ക് തോന്നുന്ന ഒരു റൊമാൻറ്റിക് മൂവി മാത്രമാണ്, അല്ലേ? അല്ലെങ്കിൽ ഒരു ഭയങ്കര സെൻറ്റി മൂവി, ആക്ഷൻ മൂവി. അതും ഇതുപോലുള്ള ആക്ഷൻ മൂവി ധർമ്മ പ്രൊഡക്ഷൻസിൽ നിന്ന് വരും നമ്മൾ യാതൊരു തരത്തിലും വിചാരിച്ച് കാണത്തില്ല. പക്ഷേ ഡെലിവേർഡ് ഇറ്റ് ഇൻ ദ ബെസ്റ്റ് പോസിബിൾ വേ. അഡാർ എന്ന് പറഞ്ഞാൽ അഡാർ. ഗോ വാച്ച് ഇറ്റ്, എൻജോയ് ഇറ്റ്, ആൻഡ് വൺസ് അഗെയിൻ സ്ട്രിക്ട്ലി ഫോർ 18 പ്ലസ്, ആൻഡ് പ്ലീസ് ഡോണ്ട് ടേക്ക് യുവർ കിഡ്സ് അലോങ് വിത്ത് യു. പിന്നെ ഫസ്റ്റ് ഹാഫ് സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇറങ്ങിപ്പോവുക, സെക്കൻഡ് ഹാഫിന് നിൽക്കരുത്. സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് ബ്രൂട്ടാലിറ്റീസ്, all limits crossed. Mark my words. Still, go and enjoy in theaters. This is a fantastic movie. Till the next review, signing off for today.